കുവൈത്തിലേക്ക് ഡ്രോൺ ആക്രമണ ശ്രമവുമായി ഇറാൻ. ഖത്തർ തീരത്ത് ചരക്ക് കപ്പലിന് നേരെയും ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. വ്യോമാതിർത്തിയിൽ വെച്ച ഡ്രോൺ തകർത്തെന്ന് കുവൈത്ത് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഏത് സാഹചര്യവും നേരിടാൻ രാജ്യം തയ്യാറാണെന്നും കുവൈത്ത് പ്രതിരോധ മന്ത്രി അറിയിച്ചു. ഖത്തർ തീരത്ത് ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ കപ്പലിന് തീപിടിച്ചെന്നും ആർക്കും പരിക്കില്ലെന്നും ഖത്തർ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അതിനിടെ അമേരിക്കയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കെതിരെ ഇറാൻ ഭീഷണി മുഴക്കി. അമേരിക്കയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്തിയാൽ പശ്ചിമേഷ്യയിൽ അമേരിക്കയെ സഹായിക്കുന്നവരെ ആക്രമിക്കും. ഹോർമുസ് കടലിൽ തങ്ങളുടെ കപ്പലുകൾ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്നും ഇറാൻ പറഞ്ഞു. അതേസമയം US ഇറാൻ സംഘർഷം കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കുന്നത് ആശങ്കാജനകമെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തോയിബ് ഉർദുഗാൻ പറഞ്ഞിരുന്നു. ഇറാഖിലെ വിവിധ മേഖലകളിലേക്ക് മിസൈൽ ആക്രമണങ്ങൾ കടന്നു ചെല്ലുന്നത് എല്ലാവർക്കും പ്രയാസം സൃഷ്ടിക്കുമെന്നും അവിടങ്ങളിലെ സ്ഥിരത മേഖലയ്ക്ക് മുഴുവൻ പ്രധാനമാണെന്നും ഉർദുഗാൻ പറഞ്ഞു. ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിലെ പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെയാണ് തുർക്കി പ്രസിഡന്റിന്റെ പ്രതികരണം. മേഖലയിലെ ഏറ്റവും പുതിയ സാഹചര്യങ്ങളെക്കുറിച്ചും അവസ്ഥാന്തരങ്ങളെക്കുറിച്ചും ഇരു ഭരണ തലവന്മാരും സംസാരിച്ചതായാണ് വിവരം. ഇർബടക്കമുള്ള ഇറാഖ് പ്രവിശ്യയിലേക്ക് US ഇറാൻ സംഘർഷം വ്യാപിക്കുന്നത് ആശങ്ക ജനിപ്പിക്കുന്നുണ്ടെന്നും മേഖലയിൽ സമാധാനം നിലനിർത്തേണ്ടത് അനിവാര്യമാണെന്നും ഉർദുഗാൻ പറഞ്ഞു. ഏത് സാഹചര്യത്തിലും KRGയുമായും ഇറാഖുമായും സഹകരിച്ച് മുന്നോട്ടു പോകാൻ തുർക്കി തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിർത്തി പ്രദേശങ്ങളിൽ സമാധാന ശ്രമങ്ങൾ സന്തുലിതമായി തുടരേണ്ടതിന്റെ ആവശ്യകത അടിവരയിട്ട് അദ്ദേഹം രാജ്യത്തെ ഐക്യത്തിനും ഒത്തൊരുമയ്ക്കുമായി ഇറാഖ് തങ്ങളെ പിന്താങ്ങുമെന്നും അറിയിച്ചു. ഇറാഖുമായും KRGയുമായും ചേർന്ന് പൊതുഗതാഗതം, ഊർജ്ജ വിതരണം തുടങ്ങിയ മേഖലകളിൽ വ്യാപാരം നടത്താൻ അങ്കാറ താൽപര്യപ്പെടുന്നെന്നും കൂടിക്കാഴ്ചയിൽ അദ്ദേഹം അറിയിച്ചതായാണ് വിവരം. ഉർദുഗാന് പുറമെ തുർക്കിഷ് വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാനും ഇറാഖ് പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഫെബ്രുവരി 28-ന് US ചേർന്ന് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയുണ്ടായ യുദ്ധത്തിൽ ഇറാനിൽ മാത്രം 3468 പേർ കൊല്ലപ്പെട്ടതായാണ് ഇറാനിയൻ വൃത്തങ്ങൾ പുറത്തുവിട്ട കണക്കുകൾ. ഏകദേശം 26,500 പേർക്ക് പരിക്കേറ്റതായും കണക്കുകളുണ്ട്. സ്ത്രീകളും കുട്ടികളുമാണ് പരിക്കേറ്റവരിൽ അധികവും. എന്നാൽ ലബനനിൽ ഇസ്രയേൽ നടത്തിയ ശക്തമായ വ്യോമാക്രമണങ്ങളിൽ 39 പേർ കൊല്ലപ്പെട്ടതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. തെക്കൻ ലബനനിലെ സക്സാക്കിയ പട്ടണത്തിൽ നടത്തിയ ആക്രമണത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 7 പേർ മരിക്കുകയും 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടതെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു. ഇറാനുമായുള്ള 2 മാസത്തിലേറെ നീണ്ടുനിന്ന പോരാട്ടങ്ങൾ അവസാനിപ്പിച്ച് സമാധാന ചർച്ചകൾ ആരംഭിക്കുന്നതിനുള്ള ട്രംപിന്റെ ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളോടുള്ള ഇറാന്റെ മറുപടിക്കായാണ് കാത്തിരിക്കുന്നത്. അമേരിക്കയുടെ നിർദ്ദേശം ഇറാൻ വിലയിരുത്തുകയാണെന്നും ഉചിതമായ സമയത്ത് പ്രതികരിക്കുമെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. സമാധാന കരാറിനുമേൽ കരിനിഴൽ പടർത്തി ഹോർമൂസിൽ US ഇറാൻ സൈന്യങ്ങളുടെ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ടാങ്കിന് നേരെ US സൈന്യം ആക്രമണം നടത്തിയിരുന്നു. ഇറാനിലെ കോഷം തുറമുഖത്തും ബദ്ദർ അബ്ബാസ് തുറമുഖത്തും US സൈന്യത്തിന്റെ ആക്രമണമുണ്ടായി. ഇവിടെ നിന്നും സ്ഫോടന ശബ്ദമുണ്ടായതായും ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാൻ സൈന്യവും തിരിച്ചടിച്ചു. 2 ഡ്രോണുകളാണ് ഇറാൻ സൈന്യം വെടിവെച്ചിട്ടതായും പറയുന്നത്. US-ന്റെ 3 നാവിക ഡിസ്ട്രോയർ കപ്പലുകളെ ലക്ഷ്യമിട്ടെത്തിയ ഇറാൻ കപ്പലുകൾ US തകർത്തെന്ന് ഡൊണാൾഡ് ട്രംപ് പിന്നീട് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു. അമേരിക്കയുടെ 3 ലോകോത്തര നാവിക ഡിസ്ട്രോയർ കപ്പലുകൾ വെടിവെപ്പിനിടയിലൂടെ വിജയകരമായ ഹോർമൂസ് കടലിടുക്ക് കടന്നു. അമേരിക്കൻ കപ്പലുകൾക്ക് ഒരു കേടുപാടും ഉണ്ടായിട്ടില്ല. എന്നാൽ ആക്രമിക്കാൻ വന്ന ഇറാൻ കപ്പലുകൾക്ക് സമ്പൂർണ്ണ നാശമുണ്ടായിട്ടുണ്ടെന്നും ട്രംപ് കുറിച്ചു. അതേസമയം ഇറാനുമായി ഹോർമൂസിലുണ്ടായ ഏറ്റുമുട്ടൽ ഒരു സ്നേഹത്തല്ലായിരുന്നുവെന്നും വെടിനിർത്തൽ കരാർ തുടരുമെന്നും ട്രംപ് പ്രതികരിച്ചു. എന്നാൽ ഹോർമൂസിലേക്ക് വരികയായിരുന്ന ഒരു എണ്ണക്കപ്പലിനെയും ഫുജൈറ തുറമുഖത്തിന് സമീപം വെച്ച് മറ്റൊരു കപ്പലിനെയും US ആക്രമിച്ചതായി ഇറാൻ പറഞ്ഞു. ഇറാനെ സിംഹത്തോട് ഉപമിച്ചുകൊണ്ടുള്ള പ്രസ്താവനയും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി നടത്തി. അതിനിടെ UAEയിൽ വീണ്ടും ഇറാന്റെ ആക്രമണം ഉണ്ടായതും റിപ്പോർട്ടുകൾക്ക് വഴിവെച്ചിരുന്നു. മിസൈൽ ആക്രമണം പ്രതിരോധിക്കുന്നതായി UAE പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ജനങ്ങൾ സുരക്ഷിത സ്ഥാനത്ത് തുടരാനും മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.